പക്ഷേ ഇതിനെപ്പറ്റി ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നെപ്പോലെ തന്നെ കഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടാവും. അതായത് മൈലേജ് കുറവുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ പരിഹരിക്കുക. കാരണം ഒരു ക്ലച്ച് ഡിസ്ക് മാറുന്നതിനെക്കാട്ടും അധികം പൈസ ആവില്ല. പക്ഷേ ഒരു ലോ മൈലേജിലിട്ട് നമ്മൾ ഓടുമ്പോൾ നമുക്ക് റണ്ണിങ് കോസ്റ്റ് ഒത്തിരി നഷ്ടപ്പെടും. അവിടെ ഈ ഡ്രൈവിംഗ് രീതിയിൽ നമുക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താം. ഒന്നാം പോകുന്നാൽ ഇതുപോലൊരു കുത്ത് കയറ്റമാണെങ്കിൽ അവിടുന്നേ നമ്മൾ കണ്ടു കയറ്റമാണെന്ന് കണ്ട് ഫുൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കയറ്റത്ത് കയറിപ്പോവും. പക്ഷേ അവിടെ നമുക്ക് മൈലേജ് ഷോട്ട് വരും. പക്ഷേ നമ്മൾ അതേ സാധനം ഒരു ഗിയർ കുറച്ചിട്ട് ഒരു 4ാമത്തെ ഗിയറിലിട്ടാൽ പോകുന്നത് അല്ലെങ്കിൽ 3ഡിലിട്ടാൽ പോകുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്രയും മൈലേജ് ഷോട്ട് വരില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ ടെമ്പറേച്ചറിൽ കൃത്യമായ ഫ്യൂൽ ചെല്ലുമ്പോഴാണ് എഫിഷ്യൻസി കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ വണ്ടി തണുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി ഹലോ ഫ്രണ്ട്സ്, കണ്ണൻ സൂര്യാലയം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു വ്ളോഗിലും ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനെപ്പറ്റി ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നെപ്പോലെ തന്നെ കഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടാവും. അതായത് മൈലേജ് കുറവുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ. അപ്പം ഈ വാഹനം മൈലേജിന് പേരുകെട്ടൊരു വാഹനമാണ്. എന്ന് വെച്ചാൽ മൈലേജ് കൂടുതലുണ്ടെന്നല്ല, മൈലേജ് കുറവാണ് എന്ന് പേരുകെട്ടൊരു വാഹനമാണ് ഹുണ്ടായുടെ സാൻഡ്രോ. അപ്പോൾ ഈ പഴയ മോഡൽ വണ്ടിയാണ്, സാൻഡ്രോ സിപ്പാണ്. അപ്പോൾ ഞാൻ വാങ്ങിയപ്പോഴും ഇതിന് മൈലേജ് കുറവാണെന്ന് എല്ലാവരും പറഞ്ഞ് അപ്പോൾ ഞാനും വിചാരിച്ചു ഇതിന് മൈലേജ് ഇത്ര കുറവുള്ളൊരു വാഹനമാണെന്ന് തന്നെ വിചാരിച്ചിരുന്നു. പക്ഷേ ആക്ച്വലി ഇതിന് ഞാൻ ഉപയോഗിക്കുന്നതിനെക്കാട്ടും കൂടുതൽ മൈലേജ് കിട്ടുമായിരുന്നു. പക്ഷേ അപ്പോൾ ക്ലച്ചിൻ്റെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ക്ലച്ച് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും മൈലേജ് കൂടി തുടങ്ങി. അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ള 1-2 പോയിൻറ്റ്സാണ് ഞാൻ ഈ മൈലേജ് കൂട്ടാൻ വേണ്ടി എൻ്റേതായ രീതിയിൽ കണ്ടെത്തിയ കുറച്ച് പോയിൻറ്റുകൾ പറയാണ്. ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, ചിലത് ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ഇങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സാണ്. ഞാനിപ്പോൾ എറണാകുളം കോട്ടയൊക്കെയാണ്, എൻ്റെ വീട് കോട്ടയാണ്, ഞാൻ ജോലി ചെയ്യുന്ന എറണാകുളമാണ്. അപ്പോൾ ഇവിടേക്കൊക്കെ പോയി വരണ ഈ വാഹനത്തിൽ 6 വർഷമായി ഞാൻ ഉപയോഗിക്കുന്ന വാഹനമാണ്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് വണ്ടി മെയിൻ്റെനൻസ് ചെയ്യുക. ആ സമയത്ത് ക്ലച്ചിൻ്റെ തേയ്മാനങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വിശ്വാസമായിട്ടുള്ള ഇപ്പോൾ സർവീസ് സെൻ്റർ ആവാം, അല്ലാതെ വർക്ക്ഷോപ്പ് ആവാം, അവരോട് ചോദിച്ച് ക്ലച്ചിന് തേയ്മാനങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുക. കാരണം ഒരു ക്ലച്ച് ഡിസ്ക് മാറുന്നതിനെക്കാട്ടും അധികം പൈസ ആവില്ല. പക്ഷേ ഒരു ലോ മൈലേജിലിട്ട് നമ്മൾ ഓടുമ്പോൾ നമുക്ക് റണ്ണിങ് കോസ്റ്റ് ഒത്തിരി നഷ്ടപ്പെടും. അപ്പോൾ വണ്ടി ആദ്യമേ ഒന്ന് മെയിൻ്റെനൻസ് പ്രോപ്പറായിട്ട് ചെയ്യുക. ഫിൽറ്റേഴ്സ് എല്ലാം മാറുക, എയർ ഫിൽറ്റർ മറ്റ് ഫിൽറ്റർ മാറുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രൈവിംഗ് രീതിയിൽ നമുക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ നൈറ്റിലാണ് വണ്ടി കൊണ്ടുവന്നത്. കാരണം ലോ ട്രാഫിക് കുറഞ്ഞ സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കും. അപ്പോൾ നമുക്കൊരു മൈലേജ് കൂടുതൽ കിട്ടും. അത് ഒരു ടിപ്പായിട്ട് പറയുന്നതല്ല. പക്ഷേ നമ്മൾ എറണാകുളത്തു നിന്നൊക്കെ ഇപ്പോൾ 6:45 ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പോകാൻ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ എത്തുമ്പോൾ ഒത്തിരി താമസിക്കും. ബ്ലോക്കിൽ കിടന്ന് പോകുമ്പോൾ നമുക്ക് മൈലേജ് ഷോട്ട് വരും. അപ്പോൾ രാത്രികളിൽ 9 മണി കഴിഞ്ഞും ലോ ട്രാഫിക്കുള്ള സമയങ്ങളിലാണ് കൂടുതലും പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളുടെ ഗിയറുകൾ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കയറ്റം കാണുകയാണ്. നമ്മൾ ഇവിടുന്ന് കയറ്റം കാണുമ്പോൾ ഇപ്പോൾ നമ്മുടെ വണ്ടി 5ാമത്തെ ഗിയറിലാണ് പോകുന്നത്, അല്ലെങ്കിൽ 4ാമത്തെ ഗിയറിലാണ് പോകണമെങ്കിൽ നമ്മൾ സഡനായിട്ട് ആക്സിലേറ്റർ കൊടുക്കും. അങ്ങനെ ഫുൾ ആക്സിലേറ്റർ കൊടുത്താൽ ദൂരേന്ന് കയറ്റം കണ്ട ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 5ാമത്തെ ഗിയറിൽ ആ കയറ്റം കയറിപ്പോകും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വാഹനം പോകുന്നാൽ ഇതുപോലൊരു കുത്ത് കയറ്റമാണെങ്കിൽ അവിടുന്നേ നമ്മൾ കണ്ടു കയറ്റമാണെന്ന് കണ്ട് ഫുൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കയറ്റത്ത് കയറിപ്പോകും. പക്ഷേ അവിടെ നമുക്ക് മൈലേജ് ഷോട്ട് വരും. പക്ഷേ നമ്മൾ അതേ സാധനം ഒരു ഗിയർ കുറച്ചിട്ട് ഒരു 4ാമത്തെ ഗിയറിലിട്ടാൽ പോകുന്നത് അല്ലെങ്കിൽ 3ഡിലിട്ടാൽ പോകുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്രയും മൈലേജ് ഷോട്ട് വരില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 3 കൺട്രോൾസ് ആണുള്ളത്: ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ. ഇതിനകത്ത് ക്ലച്ചും ബ്രേക്കും എന്ന് പറയുന്നത് നമ്മുടെ ഈ മൈലേജിനെ അത്ര ബാധിക്കുന്ന സാധനമല്ല. കാരണം ആക്സിലേറ്റർ എത്രത്തോളം നമ്മൾ കൊടുക്കുന്നു അത്രത്തോളമാണ് ഇതിനകത്തോട്ട് നമ്മുടെ ഫ്യൂവൽ കത്തിപ്പോകുന്നത്. അപ്പം മാക്സിമം ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ മാക്സിമം ഫ്യൂവൽ കത്തിപ്പോകും. അപ്പോൾ മിനിമം ആക്സിലേറ്ററിൽ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. മിനിമം ആക്സിലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കയറ്റം കയറുമ്പോൾ 5ാമത്തെ ഗിയറിലാണെങ്കിൽ നമ്മൾ ഫുൾ ആക്സിലേറ്റർ കൊടുക്കേണ്ടി വരും. പക്ഷേ ഒരു 4th ഗിയറിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു 75% മതിയായിരിക്കും. അല്ലെങ്കിൽ ഒരു 3rd ഗിയറിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ 50% കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് മൈലേജ് നമുക്ക് ഈ 3ഡിൽ പോകുമ്പോഴായിരിക്കും 5നേക്കാട്ടും കുറച്ചുകൂടെ മൈലേജ് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത്. പക്ഷേ ഇതിനകത്ത് ഇപ്പം ഓട്ടോമൊബൈൽ വിദഗ്ധരൊക്കെ അതിനകത്ത് കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഓടിച്ച് നോക്കിയപ്പോൾ എനിക്കങ്ങനെ മൈലേജ് വ്യത്യാസം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാടങ്ങ് കൂടുമെന്നല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചിലത് എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ. പുള്ളി വണ്ടി എടുത്ത് ഒരു ശകലം ദൂരത്തിനുള്ളിൽ പുള്ളി 5ാമത്തെ ഗിയറിലെത്തും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നാണ് പെട്ടെന്ന് ഇങ്ങനെ ഗിയർ മാറി എടുക്കുന്നത്. അപ്പോൾ അവൻ്റെ പറയുന്നത് വെച്ചാൽ മാക്സിമം 5ാമത്തെ ഗിയറിലോ ടോപ്പിലൊക്കെ പോയാലും മൈലേജ് കിട്ടുന്നത്. വണ്ടിക്കുള്ള സ്പീഡാകണം, അത് നോക്കുന്നില്ല. വണ്ടിക്ക് പറ്റുന്ന ടെറൈനാണോ അതൊന്നും പുള്ളി നോക്കും. വളരെ പെട്ടെന്ന് 1st, 2nd, 3rd, 4th എങ്ങനെയും പുള്ളി ടോപ്പിലെത്തി വണ്ടി ഓടുക എന്നുള്ളത് ഉണ്ട്. എന്നുവെച്ചാൽ ഹൈ ഗിയറിലോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്.
നമ്മുടെ ആ റോഡിനനുസൃതമായ ഒരു ഗിയറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് സ്പീഡ് കുറവായിരിക്കും. ചില കയറ്റങ്ങൾ കയറാൻ സമയമെടുത്ത് സെക്കൻഡിലൊക്കെ കയറി വരുന്നുള്ളെങ്കിലും നമ്മുടെ അവിടെ ആക്സിലറേഷൻ നമ്മൾ വളരെ കുറവായിരിക്കും കൊടുക്കുന്നത്. അതിന് പകരം തേടയിലിട്ട് ചവിട്ടി പിടിച്ച് കയറ്റാം. അപ്പോൾ സ്പീഡിൽ നമ്മൾ കയറുന്നേ ഉള്ളൂ, നമ്മുടെ ഫ്യൂല് കൂടുതൽ കത്തിപ്പോവും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനം നമ്മൾ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ വാഹനത്തിലാണെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയ ഉടനെ നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ കാണിക്കും. ടെമ്പറേച്ചറിന് ഒരു റേഞ്ച് ഉണ്ട്, ഒരു ലോയും ഒരു ഹൈയും പോലെ ഒരു റേഞ്ചിനകത്ത് നിൽക്കും. ആ റേഞ്ചിൽ അതിന് 2 ഡോട്ടായിട്ടാണ്, ഞാൻ വീഡിയോ കാണിക്കാം, 2 ഡോട്ടായിട്ട് നിൽക്കും. ആ സമയത്താണ് എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്. എന്ന് വെച്ചാൽ കൃത്യമായ ടെമ്പറേച്ചറിൽ കൃത്യമായ ഫ്യൂൽ ചെല്ലുമ്പോഴാണ് എഫിഷ്യൻസി കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ വണ്ടി തണുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് കുറച്ച് ദൂരം പോയി പിന്നെ ഓഫാക്കി പിന്നെയും കുറച്ച് ദൂരം പോയി അങ്ങനെ പോകുന്ന സമയത്ത് വണ്ടിയുടെ എഞ്ചിൻ തണുത്തിരിക്കുകയും അപ്പോൾ കമ്പഷൻ കറക്റ്റ് നമ്മൾ ഫുള്ളായിട്ട് കത്താതെ വരികയും കുറേയൊക്കെ നമുക്ക് വേസ്റ്റായി പോവുകയും ചെയ്യും. അപ്പോൾ ഞാനൊക്കെ ചെയ്യുന്നത് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാക്കി ഇപ്പോൾ പോകുന്നതിന് മുമ്പ് ചുമ്മാ ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് AC ഓണാക്കി ഇടുമ്പോഴത്തേക്ക് എന്താ വെച്ചാൽ ഇതൊന്ന് വണ്ടി ഒന്ന് ചൂടായി വരാനൊരു സമയമുണ്ടല്ലോ. ആ സമയത്ത് നമ്മുടെ എഞ്ചിനൊന്ന് ചൂടായി നമ്മുടെ ടെമ്പറേച്ചർ ഗേജ് വന്നാൽ നമുക്ക് 2 ഡോട്ട് കാണിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള എഞ്ചിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച്. ആ 2 ഡോട്ടിനകത്ത് നമ്മുടെ ഇത് വരുന്ന സമയത്ത് ഞാൻ ഓണാകും. പിന്നെ നമ്മളങ്ങ് ഓടി തുടങ്ങും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മൈലേജ് കിട്ടും. അതിന് താഴെ കിടക്കുമ്പോൾ ഓടുമ്പോഴും നമുക്ക് മൈലേജ് കുറയും. അതിന് മുകളിലേക്ക് പോകുമ്പോഴും, മുകളിലങ്ങനെ പോകാറില്ല, എന്നാലും ഷോർട്ട് ഡിസ്റ്റൻസ് നമ്മൾ പോവുകയും ഓഫാക്കുക, എഞ്ചിൻ തണുക്കുക, ഇങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് കുറയും. അപ്പോൾ ഇങ്ങനെയുള്ള 2-3 പോയിൻറ്റ്സുകൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇങ്ങനെ ലോ മൈലേജ് ഉള്ള വാഹനങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ CNG കയറ്റി കഴിഞ്ഞാൽ മൈലേജ് കിട്ടും. പക്ഷേ അതൊക്കെ നമുക്ക് പുതിയ വാഹനങ്ങളോ അല്ലെങ്കിൽ ഒരു ഏതാണ്ട് ഇയറുണ്ട് 2015 16 ശേഷമുള്ള വാഹനങ്ങളൊക്കെ പറ്റും. ഒത്തിരി പഴയ മോഡൽ വാഹനങ്ങളൊന്നും CNG കയറ്റി അതിന് അപ്രൂവൽസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പഴയ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ കുറച്ചൊക്കെ നമ്മുടെ ഡ്രൈവിംഗ് രീതികൾ കൊണ്ട് അതിനെ ഒന്ന് മൈലേജ് ആക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പം പിന്നെ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾക്ക് അത് കമൻറ്റ് ചെയ്യാൻ തിരുത്താം. കാരണം എൻ്റെ ഒരു ഇൻഫർമേഷനാണ്, ഞാൻ മനസ്സിലാക്കിയ ധാരണകളാണ് ഈ പറയുന്നത്. അപ്പം മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് കണ്ണൻ സൂര്യാലയം സൈനിങ് ഓഫ്.